നമസ്കാരം. അങ്ങനെ നമ്മൾ നവരാത്രിയുടെ 7-ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് കാളരാത്രി എന്ന ഭാവത്തിനെയാണ്, ദേവീഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദുർഗയുടെ അല്ലെങ്കിൽ ഭഗവതിയുടെ കാളരാത്രി ഏറ്റവും ബീഭത്സമായിട്ടുള്ള ഭാവമാണ് കാളരാത്രി എന്ന് പറയുന്നത്. കാലം, അപ്പോൾ കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അർത്ഥം കറുത്തത് എന്നർത്ഥമുണ്ട്. പിന്നെ കാലം എന്ന് ചിലവർ പറയുന്നുണ്ട്. രാത്രി എന്ന് വെച്ചാൽ പറയാതറിയാമല്ലോ, എന്താണ് ഇരുട്ട് അല്ലെങ്കിൽ രാത്രി സമയം, നിശ എന്നൊക്കെ പറയും. അപ്പം ദ അൾട്ടിമേറ്റ് ഡാർക്ക്നെസ്, ഇവിടെയാണ് ഭാരതീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഭാരതീയ ഫിലോസഫിയുടെ, തത്വജ്ഞാനത്തിൻ്റെയും ദർശനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈശ്വരനെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയിലും ചിത്രീകരിച്ചേക്കാണ്. ദൈവികതയുടെ ഏറ്റവും ഭീഭത്സമായിട്ടുള്ള, പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഭീഭത്സമായിട്ടുള്ള ഭാവം. നിങ്ങൾ നോക്കുക, ഒരു ദുരന്തം, ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ, ഒരു സുനാമി അടിക്കുമ്പോൾ, നാച്ചുറൽ ക്ലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രകൃതിയുടെ ഒരു ഭീകരഭാവമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പ്രളയമൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടു ഇല്ലേ. അപ്പോൾ ഈ ഒരു ഭാവം പ്രപഞ്ചത്തിനുണ്ട്. അപ്പോൾ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരനായി മാറുന്നത്. ഈശ്വരനെ തന്നെ പ്രപഞ്ചത്തേക്ക് നമ്മൾ കാണുകയാണ്. അപ്പം അതിലെ ഭാവങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഗിരണം ചെയ്തിട്ട് ആ ഭാവത്തിലൂടെ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ആ മൂർത്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭീഭത്സമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഭാവം, ഭീകരമായിട്ടുള്ള ഭാവത്തിനെ എല്ലാം കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് കാളരാത്രി അല്ലെങ്കിൽ ഭദ്രകാളി എന്നൊക്കെ പറയുന്ന അതേ ഫോം. കാളരാത്രി അല്ലെങ്കിൽ ഭദ്രകാളി എന്നൊക്കെ പറയുന്ന ആ ഭാവം തന്നെയാണ് കാളരാത്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഭദ്രകാളിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് നീട്ടിയിട്ടുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത് അല്ലേ. വളരെ ബീഭത്സമാണ് ആ രൂപം. അപ്പോൾ അതിന് എല്ലാം താത്വികമായിട്ട് ഓരോ അർത്ഥങ്ങളുണ്ട്. ഗുരുദേവ് ശ്രീ രവിശങ്കർജി പറയുന്നു, ഈ നാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. ഈ നാക്ക് എന്ന് പറയുമ്പോൾ നാക്ക് ശബ്ദവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അപ്പം നാക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് നീട്ടാന്ന് വെച്ചാൽ ശബ്ദം പിന്നെ എടുക്കാൻ പറ്റില്ല അവിടെ. അപ്പോൾ അലറുന്നുണ്ട്, പക്ഷേ ആ ശബ്ദത്തിൻ്റെ അത് എത്ര അലർച്ചയിലാണെങ്കിലും അത് പീക്സിൽ പോയിട്ട് മൗനത്തിലേക്ക് എത്തും. ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ദേവി അലർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും പിനാക്കിൾ പോയിന്റിൽ വോയിസ് ചെന്നിട്ട് ശബ്ദം പോയിട്ട് പിന്നെ മൗനത്തിലേക്കാണ്. അപ്പം വാക്ക് നിരോധിക്കപ്പെടുന്നു, ചിന്തകൾ അതിലൂടെ നിരോധിക്കപ്പെടുന്നു. ശബ്ദങ്ങളും വാക്കുകളും ആണ് ചിന്തകളുമായിട്ട് മാറുന്നത്. അപ്പം ഇതിനെ രണ്ടും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു, നിരോധിക്കുന്നു. ഈ ഒരു ഭാവമാണ് നാക്ക് പൂർണ്ണമായിട്ട് നീട്ടിയിട്ടിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. അതായത് ചിന്തകൾക്കും വാക്കുകൾക്കും അതീതമായിട്ടുള്ള അദ്വൈതമായിട്ടുള്ള ആ ഭാവത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ബോധത്തിൻ്റെ ആ ഭാവത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഏതിലൂടെ? കാളരാത്രി എന്ന ആ ഒരു തത്വത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗുരുദേവ് പറയുന്നത്, പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ റൂഡായിട്ട്, വളരെയധികം നമുക്ക് പേടി തോന്നുന്ന ഭാവമാണെങ്കിലും അതിൻ്റെ തത്വം ഗ്രഹിക്കുമ്പോൾ മനസ്സിലാവും വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഭാവമാണ് കാളരാത്രി എന്ന് പറയുന്നത്. ഡുവാലിറ്റീസ്, ദ്വൈതങ്ങൾക്ക് അതീതമായിട്ട് നിലകൊള്ളുന്ന ദൈവിക ചൈതന്യത്തെ, അതാണ് ഈ കാളരാത്രി പ്രതിനിധാനം ചെയ്യുന്നത്. ദ്വൈതങ്ങൾക്ക് അതീതമായിട്ട് ഏകതയിലേക്ക്. അത് ഗുരുദേവ് പറയുന്നത്, അത് ചിന്നിച്ചിതറിയ മനസ്സിനെ എന്തിലൂടെ, ഈ തത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ചൈതന്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ചിന്നിച്ചിതർന്ന് കിടക്കുന്ന മനസ്സ് എന്തിലേക്ക് വരുന്നു? യൂണിറ്റിയിലേക്ക്, ഏകത്വത്തിലേക്ക് വരുന്നു. മനസ്സിൻ്റെ ഏകഭാവത്തിലേക്ക്, ഏകത്വത്തിലേക്ക് വരുന്നു. അതായത് മനസ്സ് യോഗത്തിലേക്ക്, മഹായോഗത്തിലേക്ക്, ധ്യാനത്തിലേക്കും യോഗത്തിലേക്കും കടന്നു വരുന്നു. ചിന്നിച്ചിതറിയ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ചിന്നിച്ചിതറി കിടക്കുന്ന മനസ്സിനെ കാളരാത്രി എന്ത് ചെയ്യുന്നു? ചൈതന്യത്തിലേക്ക്, ഏകഭാവത്തിലേക്ക്, അദ്വൈതത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് കാളരാത്രി ഭഗവതി നമുക്ക് കാണിക്കുന്ന മാജിക് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ, തരത്തിലുള്ള പേടി സ്വപ്നങ്ങൾ, അതുപോലെ നെഗറ്റീവ് ഫോഴ്സസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഈ നെഗറ്റീവ് ഫോഴ്സസ് പറയുമ്പോൾ ഈശ്വരൻ തന്നെ ഏറ്റവും പിനാക്കിളായിട്ടുള്ള ഭീകരഭാവം എടുത്തേക്കാണ്. ഏതിനെ അടിച്ചമർത്താൻ? ഈ നെഗറ്റിവിറ്റീസിനെ പൂർണ്ണമായിട്ടും തൻ്റെ പാദത്തിനടിയിലാണ്, കാലടിക്കടിയിലാണെന്ന് കാണിക്കാൻ. അപ്പോൾ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ഈവിൾസ് ആ ഭഗവതിയുടെ, ആ ഈശ്വരൻ്റെ പാദസേവകരാണ്. എത്ര വലിയ ഈവിൾ ഫോഴ്സസ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും അവയെല്ലാം ഈശ്വരന് എഗെയിൻസ്റ്റ് അല്ല, ഈശ്വരൻ്റെ മുൻപിൽ ഒന്നുമല്ല, നിഷ്പ്രഭമാണ് എന്ന് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള ചൈതന്യമാണ് കാളിയിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് നോക്കിയാൽ അറിയാം, കാളിയുമായിട്ട്, കാളരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള ഭൂത, പ്രേത, പിശാച് എന്നൊക്കെ പറയുന്ന നമ്മൾ ഈവിളായിട്ട് പറയുന്ന എല്ലാം അവർക്ക് അനുചരന്മാരായിട്ടുണ്ടാവും. വേതാളത്തിലിരിക്കുന്നതാണ്
ഭദ്രകാളി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം എന്താ? ഈവിൾനെസ് ആണ്. അപ്പൊ ഇവരെല്ലാം ഭയക്കുന്ന, ഇവരെല്ലാം സദാ പാദസേവ ചെയ്ത് നിൽക്കുകയാണ് ആർക്ക്? ആ ഡിവൈൻ ഫോഴ്സിന്, ആ ദേവിക്ക്, ആ കാളരാത്രി എന്ന ദേവിക്ക്. അപ്പോൾ ദൈവികതയെ ഭീകരമായിട്ട് കാണിച്ചിരിക്കുന്നു. അതേപോലെ കാണിക്കുകയാണ് ഏറ്റവും ഈവിളായിട്ടുള്ളതിന് മുൻപിലും ദൈവികതയ്ക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. എത്ര വലിയ ഈവിൾ ഈ ലോകത്തുണ്ടെങ്കിലും അതെല്ലാം ഈശ്വരന്റെ മുൻപിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആ മേഘങ്ങൾ അലിഞ്ഞലിഞ്ഞ് ബാഷ്പമായിട്ട് അല്ലെങ്കിൽ മഴയായിട്ട് മാറുന്നത്, വെള്ളമായിട്ട് മാറുന്നത്, എത്ര വലിയ ഈവിൾനെസ്സും പ്രശ്നങ്ങളും ആ ചൈതന്യത്തിന് മുമ്പിൽ, ഉഗ്രമായ ചൈതന്യത്തിന് മുമ്പിൽ ഇല്ലാതെയാകുന്നു എന്നൊരു മനോഹരമായ പ്രിൻസിപ്പിളും കൂടിയാണ്. അതുപോലെ ഗുരുദേവ് പറയാണ്, കൃഷ്ണനും കാളിയും അത് രണ്ടും ഒരേ ചൈതന്യത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. കാളിയിൽ കൃഷ്ണനുണ്ട്, കൃഷ്ണനിൽ കാളിയും ഉണ്ടെന്ന് ഗുരുദേവ് പറയുകയാണ്. അതുപോലെ എന്താണ് കാളരാത്രി കാണിക്കുന്നത്? ഈ ഒരു ഭീകരഭാവത്തിലുള്ള കാളരാത്രി ഭക്തനെ എന്ത് ചെയ്യാണ്? അനുഗ്രഹം നൽകുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നിലും പേടിക്കരുത്, ഭയപ്പെടരുത്. ഐ ആം വിത്ത് യു, ഐ ആം ഹിയർ ഫോർ യു. ആ ഒരു കംഫർട്ടാണ് ശരിക്കും ദേവി നൽകുന്നത്. എല്ലാവിധ കർമ്മങ്ങളും ഈശ്വരനിൽ ലയിച്ചു ചേരുന്നു. അതേപോലെ ഈഗോ, ഈ തലയോട്ടികൾ, നമ്മുടെ ഏറ്റവും വലിയ ഹെഡ് വെയിറ്റ് എന്ന് പറയുമല്ലോ, അപ്പൊ തലയോട്ടിയെ എടുത്ത് മാലയാക്കി ഇട്ടേക്കെന്ന് വെച്ചാൽ അതിനൊരു അർത്ഥം കൂടി പറയുന്നത് നമ്മുടെ ഈഗോ അവിടെ എന്ത് ചെയ്യാണ്? ദേവി നിഷ്പ്രഭമാക്കി കളയാണ്. ഇതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ, എന്താ? സറണ്ടർ യുവർ ഈഗോ ടു ഡിവൈൻ. പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, അതാണ് അതിന്റെ പൊരുൾ എന്ന് പറയുന്നത്. അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ആ ഒരു തത്വമാണ് കാളിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും ഉഗ്രമായിട്ടുള്ള വികറസ് ആയിട്ടുള്ള ഫോമാണ്. ഉപാസനയും വളരെ ദുർഘടമാണ്. എല്ലാ തരത്തിലുള്ള ഡ്യുവാലിറ്റിന്, ദ്വൈതഭാവത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന് അദ്വൈതത്തിലേക്ക്, വാക്കുകളുടെയും മനസ്സിൻ്റെയും ചിന്തകളുടെയും ആ പ്രകമ്പനങ്ങളിൽ നിന്ന് അതിനപ്പുറം കിടക്കുന്ന ആ ഏകത്വത്തിൻ്റെ, ആ മഹാബോധത്തിൻ്റെ മഹായോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചൈതന്യത്തെ കാളരാത്രി എന്ന് പണ്ഡിതന്മാർ, ഋഷിവര്യന്മാർ വിളിച്ചു. അതുമാത്രമല്ല, രാത്രി എന്തുകൊണ്ടാണ് കാളരാത്രി എന്ന് പറയുന്നത്? രാത്രിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും വിശ്രമം നൽകുന്ന സമയമാണ് രാത്രി കാലം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കൊരുപാട് എത്ര നമ്മൾ വർക്ക് ചെയ്ത് ടയേർഡായി കഴിഞ്ഞാലും ഉറക്കം അല്ലെങ്കിൽ കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെ രാത്രിക്ക് ഒരു പ്രത്യേക ഒരു തന്മയത്വമുണ്ട്, അല്ലേ? അപ്പൊ രാത്രി ഇല്ലാത്ത അവസ്ഥയും അപകടമാണ്, രാത്രി ആവശ്യമാണ്. അപ്പൊ ആ ബ്യൂട്ടി കാണിക്കുകയാണ്. പ്രപഞ്ചത്തിൽ എല്ലാത്തിലും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അതാണ് കാളരാത്രിയിലൂടെ കാണിക്കുന്നത്. കാളരാത്രിയുടെ മറ്റൊരു ഇതാണ്, എല്ലാ തരത്തിലുള്ള ഭയങ്ങളെയും കാളരാത്രി നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. എന്താ ഭയം ഉണ്ടാക്കുന്നത്? എന്താണ് അത്? ഡ്യുവാലിറ്റി, ദ്വൈതബോധമാണ്. വേറെ വേറെ എന്ന തോന്നലാണ് ഭയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഭയത്തിനെയും ദേവി എന്ത് ചെയ്യാണ്? പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുകയാണ്. അപ്പോൾ കാളരാത്രി എന്ന ഭാവം പുറത്തു നോക്കുമ്പോൾ ഭയങ്കര ഭീഭത്സമായിട്ട് തോന്നാമെങ്കിലും അതിൻ്റെ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന, അതിൽ നിന്നെല്ലാം സേവ് ചെയ്ത് നമ്മളെ പൂർണ്ണമായിട്ടും അചഞ്ചലമാക്കുന്ന, ശക്തമാക്കുന്ന ആ ദേവിയുടെ, ദുർഗാദേവിയുടെ ഏറ്റവും ഭീഭത്സവും അതേപോലെ മനോഹരമായിട്ടുള്ള ഒരു ഭാവമാണ് കാളരാത്രി എന്ന് പറയുന്നത്. അതെ, ഇന്നത്തെ ധ്യാനം എന്ന് പറയുന്നത്, ഗുരുദേവ് നൽകുന്ന ധ്യാനം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഫോർ റിമൂവിങ് നെഗറ്റീവ് എനർജീസ്. നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എമോഷൻസ്, നെഗറ്റീവ് എനർജീസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ എന്തെങ്കിലും തോന്നലുകൾ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ബോധത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ ദേവി എന്ന് പറയുന്നത് നമ്മുടെ ബോധം തന്നെയാണ്, നമ്മുടെ ആന്തരിക ചൈതന്യം തന്നെയാണെന്ന് പറഞ്ഞു. ഈ ചൈതന്യത്തിന് ഒരു നെഗറ്റിവിറ്റിയും ബാധിക്കില്ല. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ അങ്ങനെ എന്തെങ്കിലും ധാരണകളുണ്ടെങ്കിൽ അതെല്ലാം, ആ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുന്ന ധ്യാന രീതിയാണ് ഇന്ന് ഗുരുദേവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഏറ്റവും സട്ടിലായിട്ടുള്ള മെഡിറ്റേഷനാണ് നമുക്ക് നൽകുന്നത്. ആ കാളരാത്രിയായിട്ടുള്ള ആ ലീലയാടുന്ന, നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും അതേപോലെ നിഗൂഢമാക്കിക്കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആ ദൈവീക ചൈതന്യത്തെ വീണ്ടും വീണ്ടും പ്രണമിക്കുകയാണ്. ആരിലൂടെ? കാളരാത്രിയിലൂടെ. കാളരാത്രിയാദി ശക്തിയൊക്കെ വൃതാസ്നിഗ്ധൗദനപ്രിയ എന്ന ഒരു വരി ലളിതാ സഹസ്രനാമത്തിലുണ്ട്. അതേപോലെ അചിന്ത്യ രൂപചരിതേ സർവശത്രു വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ശോനഹി. അപ്പൊ അചിന്ത്യമായ ചരിതങ്ങളുള്ളവളാണ് ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ട്രെമൻഡസ് ആയിട്ടുള്ള എനർജിയും അതേപോലെ ഒരു തത്വമാണ് കാളരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേവി, ആ ചൈതന്യം നമ്മളെ കൂടുതൽ കൂടുതൽ എല്ലാ പ്രതിസന്ധികളിലും പൂർണ്ണമായിട്ടും ഉറപ്പോടെ മുമ്പോട്ട് പോകാനുള്ള ശക്തിയും എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മളെ മുക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ധ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
Let us sit comfortably, our body relaxed. Keep your eyes open, but keep it steady. Just fix it at 30 degrees in front of you. Keep your gaze at 30 degrees. Your spine erect, shoulders relaxed. रीढ़ की हड्डी सीधा रखें, कंधों को ढीला छोड़ दें। अपनी दृष्टि को 30 डिग्री पर टिका के रखें। अपने शरीर के प्रति सजग हो जाए। इस वक्त आप बैठे हो और स्थिर बैठे हो, और क्या हो रहा है? सांस चल रही है भीतर, दिल का धड़कन चल रहा है। और कहीं कहीं शरीर में कुछ तनाव भी महसूस हो रहा होगा। यदि होता है उस पर भी गौर करें। और कहीं संवेदना भी उठ रही है, कभी सुखद कभी असुखद, और इन सब को देखते जाएं तटस्थ होकर के। कीपिंग योर गेज at 30 degrees, just notice what is happening right this moment. Your body is still and the breathing is happening. Your heart is beating. Feel your blood pressure and other activities in the body. Some sensations here and there in the body, some pleasant, some unpleasant sensations. Just let it be. Be still and just be. Let all those sensations be. Keep your gaze fixed, unmindful of all the sensation, pleasant, unpleasant, whatever is happening right this moment. Now become aware of 10 feet of distance all around you. It's a little over 3 meters of space all around you. Feel the air in those space all around the body. 3 meters of space all around the body. 10 फुट दूरी तक शरीर के चारों ओर जो वायुमंडल है इसके प्रति सजग हो जाओ। अधिक प्रयत्न नहीं करना। आंखों को खुले रहने दे। चारों ओर की वायुमंडल के प्रति सजग हो जाए। इस वक्त शरीर स्थिर है। जैसे जैसे आपकी चेतना विकसित होने लगता है, शरीर की संवेदनाएं कम महसूस होने लगेंगे। जैसे जैसे हम अपने मन को और फैलाते हैं चारों ओर। As your attention expands, unmindful of the sensation in the body, you will find the difference. Keep expanding your attention all around the body and just let go.
Changes are happening in the body constantly. Now let it be unmindful of these sensations and changes. Let us keep expanding. Expand our awareness even more to the walls and to the room or beyond that even, without much effort. शरीर की संवेदनाओं को परवाह न करते हुए, क्योंकि यहाँ तो बदलता रहता, शरीर में कुछ ना कुछ होता ही रहेगा, परवाह न करके अपनी चेतना को और विकसित करते जाएं। कमरे के दीवार और उसके बाहर भी अपनी चेतना को लेते जाएं। अधिक प्रयत्न न करें, एक भोले भाव ही करें, ज्यादा चेष्टा न करना। अब आंखें धीरे से बंद कर लें। और यह रात्रि है, इसको पूर्ण रूप से स्वीकार करें। जो अंधेरा है उस अंधेरे के भीतर प्रवेश कर जाए, छलांग लगा लें। अगाध अनंत घोर अंधेरा है, उसमें आप समा जाओ, उसके गोद में चले जाएं। काल रात्रि की गोद में हम जा रहे हैं और वही है चारों ओर। अभय है पूरा, निडर है, विश्राम है, वही रात्रि। You may close your eyes and become aware of the vast space, the dark space. Just you jump into this endless, bottomless, dark place. The black hole. It is secure and restful and very calming. The night brings relief from all activity and takes you in its lap and gives you deep rest. Accept this deep darkness and be in it, dissolve in it. The night is embracing you in her arms, giving you deep rest. Let go into this deep, dark night. It is soothing, comforting, and relaxing. It's a night that gives you comfort away from all the
dualities. Beyond knowledge and beyond ignorance, the mother of night takes you in her arms and gives you the deep solace and rest. Repose in the dark space. Let go of all your efforts. सब प्रयत्न छोड़ दे, काल रात्रि में विश्राम करें। भावपूर्ण विश्रांति ध्यान। Repose with a sense of gratitude. Repose with love right now, without much effort. Repose with prayerfulness to the Mother. जयंती मंगला काली भद्रकाली कपालिनी दुर्गा क्षमा शिवा धात्री स्वाहा स्वधा नमोस्तुते स्वाहा स्वधा नमोस्तुते। जय त्वं देवी चामुण्डी जय भूतार्त्रिहासिनी जय सर्वगते देवी कालरात्रि नमोस्तुते। जय त्वं देवी चामुण्डी जय भूतार्त्रिहारिणी जय भूतार्तिहारिणी जय सर्वगते देवी
जय सर्वगति कालरात्रि नमोस्तुते। कालरात्रि नमोस्तुते। Slowly and gradually become aware of your body and surroundings. And with a big smile, you may open your eyes. അപ്പോൾ എല്ലാവരും ആ ധ്യാനം ചെയ്യുക. ദേവിയുടെ അനുഗ്രഹങ്ങൾ, നവരാത്രി കാലം അതിൻ്റെ ഏറ്റവും ഉന്നതാവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പോൾ അല്ലേ. അപ്പോൾ ഭഗവതിയുടെ, കാളരാത്രി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ജയ് ഗുരുദേവ്.